ലോകമെമ്പാടും വീണ്ടും മാസ്കുകൾ തിരിച്ചെത്തുകയാണോ? കോവിഡിന്റെ അധ്യായം അവസാനിച്ചു എന്ന് നമ്മൾ കരുതിയെടുത്ത് നിന്നാണ് സിക്കാഡ് എന്ന പുതിയ വില്ലന്റെ തുടക്കം. 2021 നമ്മളെ മുൾമുനയിൽ നിർത്തിയ ഒമിക്രോണിന്റെ പിൻഗാമി. പക്ഷേ ഇതൊരു സാധാരണ വകഭേദമല്ല. വൈറോളജിസ്റ്റുകളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ 70-ലധികം മാറ്റങ്ങൾ വരുത്തിയാണ് ഈ വൈറസ് എത്തിയിരിക്കുന്നത്. 23 രാജ്യങ്ങളിൽ ഇതിനോടകം സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞ സിക്കാഡ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ നേടിയെടുത്ത പ്രതിരോധ ശേഷിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സൂപ്പർ വൈറസ് എന്ന നിലയിലേക്കാണോ സിക്കാഡയുടെ വളർച്ച? 23 രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തി അതിവേഗം പടരുന്ന ഈ കോവിഡ് വകഭേദത്തെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താണ് സിക്കാഡ? സാധാരണ വൈറസ് വകഭേദങ്ങളെക്കാൾ സിക്കാഡയെ അപകടകാരിയാക്കുന്നത് അതിന്റെ സങ്കീർണമായ ജനിതക ഘടനയാണ്. വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീനിൽ മാത്രം സംഭവിച്ചിട്ടുള്ള 70 മുതൽ 75 വരെയുള്ള ജനിതക മാറ്റങ്ങൾ കാരണം നമ്മുടെ ശരീരത്തിലെ സ്വാഭാവിക പ്രതിരോധ ശേഷിയെയും നിലവിലുള്ള വാക്സിനുകളെയും വെട്ടിച്ചു കടക്കാൻ ഇതിന് കെൽപ്പുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. മുൻ വകഭേദങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ പടരാനുള്ള ശേഷിയും ഈ ജനിതക മാറ്റങ്ങൾ വൈറസിന് നൽകുന്നുണ്ട്. വർഷങ്ങളോളം മണ്ണിനടിയിൽ ഒളിച്ചിരുന്ന ശേഷം പെട്ടെന്ന് പുറത്തു വരുന്ന സിക്കാഡ എന്ന ഷഡ്പദത്തിന്റെ സ്വഭാവത്തോട് സാമ്യമുള്ളതിനാലാണ് 2021 നമ്മെ വിറപ്പിച്ച ഒമിക്രോണിന്റെ ഈ പിൻഗാമിയായ BA.3.2 ശാസ്ത്രലോകം ഈ പേര് നൽകിയത്. 2024 അവസാനത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഈ വൈറസ് 2025 ആയപ്പോഴേക്കും വൻതോതിൽ പടരാൻ തുടങ്ങുകയും ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള 20-ലധികം രാജ്യങ്ങളിൽ ഭീതി പടർത്തുകയും ചെയ്യുന്നുവെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സിക്കാഡയെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? സിക്കാഡയെ എങ്ങനെ തിരിച്ചറിയാമെന്നത് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കഠിനമായ തൊണ്ടവേദന, പനി, വിട്ടുമാറാത്ത ചുമ, മൂക്കൊലിപ്പ് എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ശരീരമാസകലം അനുഭവപ്പെടുന്ന പേശീവേദന, കടുത്ത തലവേദന, അമിതമായ ക്ഷീണം എന്നിവയും രോഗികളെ തളർത്താറുണ്ട്. ചിലരിൽ രുചിയും ഗന്ധവും നഷ്ടപ്പെടുന്ന കോവിഡ് ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ മറ്റു ചിലർക്ക് നേരിയ ശ്വാസതടസ്സമോ ഓക്കാനം പോലെയുള്ള ദഹന സംബന്ധമായ അസ്വസ്ഥതകളോ അനുഭവപ്പെടാം. ഇന്ത്യയിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ലക്ഷണങ്ങളെ വെറും സാധാരണ പനിയായി തള്ളിക്കളയാതെ കൃത്യമായ പരിശോധനകളും മുൻകരുതലുകളും സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ സാഹചര്യത്തിൽ ഭയമല്ല, മറിച്ച് കൃത്യമായ കരുതലാണ് നമുക്ക് വേണ്ടത്. പനിയോ മറ്റ് ലക്ഷണങ്ങളോ കണ്ടാൽ ഉടൻ സ്വയം ഐസൊലേഷനിൽ ഇരിക്കുകയും ആവശ്യമെങ്കിൽ പരിശോധന നടത്തുകയും ചെയ്യേണ്ടത് രോഗവ്യാപനം തടയാൻ അത്യന്താപേക്ഷിതമാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും പ്രായമായവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. മാസ്ക് ധരിക്കുന്നത് വീണ്ടും ജീവിതത്തിന്റെ ഭാഗമാക്കുകയും കൈകാലുകൾ ഇടയ്ക്കിടെ കഴുകുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും ശീലമാക്കുകയും വേണം. വ്യക്തി ശുചിത്വവും കൃത്യമായ മുൻകരുതലുകളും പാലിച്ചാൽ സിക്കാഡ എന്ന പുതിയ വകഭേദത്തെയും നമുക്ക് പ്രതിരോധിക്കാനാകും. ഇന്ത്യയിലും ആരോഗ്യവകുപ്പ് ഇതിനോടകം ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ രാജ്യത്ത് ഈ വകഭേദം മൂലം രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ആരോഗ്യ മന്ത്രാലയം സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. നിലവിലുള്ള വാക്സിനുകൾ രോഗം ഗുരുതരമാക്കുന്നത് തടയാൻ സഹായിക്കുമെന്നും തിരക്കുള്ള സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഉചിതമാണെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. സിക്കാഡയുടെ വ്യാപന വേഗത വളരെ കൂടുതലായതിനാൽ ജാഗ്രത കൈവിടരുത് എന്നതാണ് ആരോഗ്യ വകുപ്പിന്റെ കർശനമായിട്ടുള്ള അറിയിപ്പ്.